ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തപസ് കാലത്തിലെ ഒന്നാമത്തെ ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കാം. സെയിൻറ്റ് എഫ്രേം ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യൻ എത്രത്തോളം മാനസാന്തരപ്പെടുന്നില്ല എന്നതിലാണ് പിശാചിന് ഇഷ്ടം കൂടുന്നത്. അവൻ എത്രത്തോളം മാനസാന്തരപ്പെടാതിരിക്കുന്നുണ്ടോ അത്രത്തോളം പിശാച് അവനെ പിടിക്കുമെന്നാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയ്ക്ക് മരുഭൂമിയിലുണ്ടായ പ്രലോഭനത്തെ പറ്റിയാണ്. ജോർദാൻ്റെ നദീതീരത്ത് നിന്ന് ഈശോയ്ക്ക് ലഭിച്ചൊരു വാക്കുണ്ട്: ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. ഈ ഒരു ഉറപ്പോടുകൂടിയാണ് മരുഭൂമിയിലെ ഏകാന്തതയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയായിരിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ വെച്ച് പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഈശോയ്ക്ക് കിട്ടിയ ഉറപ്പുണ്ട്, അത് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. ഈ പ്രലോഭനങ്ങളുടെ നടുവിലും നിനക്ക് ലഭിച്ച ഒരു ശബ്ദമുണ്ട്, നിന്റെ മാമോദീസയിലൂടെ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള ശബ്ദം. ഈ ശബ്ദം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലും ഏത് പ്രയാസങ്ങളുടെയും ഏത് പ്രലോഭനങ്ങളുടെയും കടന്നു പോകുമ്പോഴും പിതാവിൻ്റെ ശബ്ദം നിന്നെ അതിൽ നിന്നൊക്കെ മാറ്റും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു.